ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്യാം. ഓട്ടോഡെസ്ക് 3ds മാക്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഇൻട്രഡക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ UI കുറിച്ച് ഒന്ന് പരിചയപ്പെടുന്ന വീഡിയോ ആണിത്. സോ നമുക്ക് 3ds മാക്സ് 2019 വേർഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇനിയും കിട്ടുന്നത് 2020 ആണ്. അതൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ 2019 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്താണ് നമ്മൾ ഇന്നത്തെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും ചെയ്യുന്നത്. 3ds മാക്സ് എന്നത് നമ്മുടെ ഓട്ടോഡെസ്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു 3D മോഡലിംഗ് അല്ലെങ്കിൽ ആനിമേഷൻ അതല്ലെങ്കിൽ റെൻഡറിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ്. അതായത് മീൻസ് ഈ എന്തെങ്കിലും ക്യാരക്ടർ ക്രിയേഷൻ, അതുപോലെ ആനിമേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ ക്രിയേഷൻ, പിന്നെന്താ ഈ ഓരോ മോഡലിംഗ് ഇല്ലേ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റിൻ്റെ, അതായത് ഇപ്പം PC അതല്ലെങ്കിൽ ലാപ്ടോപ്പ്, സ്പീക്കർ, അങ്ങനെയൊക്കെയുള്ള അതിപ്പോൾ പലതാവാം, അല്ലെങ്കിൽ ക്യാരക്ടർ ആവാം, ഏതെങ്കിലും ഒരു 3D മോഡലിംഗ്, ഒരു സൂപ്പർ ഹീറോ, അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടറൊക്കെ ആക്കാം. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് മെയിൻലി നമ്മുടെ ഈ 3ds മാക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ നമുക്ക് ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലും നമുക്കിത് യൂസ് ചെയ്യാം. സോ അവരതിനെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ കളക്ഷനിലും ഈ സോഫ്റ്റ്വെയറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻലി നമ്മൾ ഈ കോഴ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ പരമായിട്ട് എങ്ങനെയാണ് 3ds മാക്സ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ റെവിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റെവിറ്റിനെ അപേക്ഷിച്ച് എന്താണ് 3ds മാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് കുറച്ച് കോംപ്ലക്സ് ആണ്. 3ds മാക്സ് കുറച്ച് കോംപ്ലക്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒന്നുകൂടെ നമ്മുടെ ഇപ്പം റെവിറ്റിനെക്കാട്ടിൽ ഒന്നുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല റെൻഡറിങ് ക്വാളിറ്റിയൊക്കെ കിട്ടും. മാത്രമല്ല ഇപ്പോൾ ഒരു വോൾ ക്രിയേറ്റ് ചെയ്യാനായാലും അതല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് 3ds മാക്സ് കൊണ്ട് നടക്കും. ഓക്കെ, നമ്മൾ 3ds മാക്സിൻ്റെ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇപ്പോൾ റെവിറ്റ് സ്ട്രക്ചർ 3ds മാക്സിലേക്ക് കൊണ്ടുവന്നിട്ട് റെൻഡർ ചെയ്തെടുക്കുക, മെറ്റീരിയൽ കൊടുത്ത് റെൻഡർ ചെയ്യുക. അതപ്പം ഒന്നുകൂടെ ഒറിജിനാലിറ്റി, നമ്മൾ വീറേ അല്ല ലെൻസ്കേപ്പ് അതുപോലെ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് 3ds മാക്സിലേക്ക് കൊണ്ടുവന്നിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ചെറിയൊരു ഇൻട്രഡക്ഷൻ, അതായത് നമ്മുടെ ആ UI ഒക്കെ ഒന്ന് പരിചയപ്പെടുക, ടൂൾസൊക്കെ ഒന്ന് നോക്കുക, അത്രേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പായിട്ട് നമ്മളെല്ലാം പഠിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓട്ടോഡെസ്ക് 3ds മാക്സ് 2019 വേർഷനാണ്. അപ്പം ഇങ്ങനൊരു UI ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ മുകളിലേക്ക് പോയാൽ നിങ്ങൾക്കിവിടെ കാണാം മെയിൻ മെനു ഉണ്ട്. ഓക്കെ, ഫയൽ, എഡിറ്റ്, ടൂൾസ്, ഗ്രൂപ്പ്സ്, ഇങ്ങനെ ഈ കാണുന്നതാണ് മെയിൻ മെനു. ഇതിൻ്റെ എൻഡിൽ നമുക്ക് കുറച്ച് വേറെ സൈൻ ഇൻ ഓപ്ഷനും അതുപോലെ തന്നെ വർക്ക് സ്പേസ് ഒക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്യാം, നമുക്കിത് നോക്കാം. സോ ഇതാണ് നമ്മുടെ മെയിൻ മെനു. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫയൽസ് ഉണ്ട്, എഡിറ്റ്സ് ഉണ്ട്, ടൂളുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സിലൊക്കെ ഇതിൻ്റെ എല്ലാം ഒന്നും യൂസ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് പഠിക്കാം. സോ എക്സ്പോർട്ട് ചെയ്യാനും സേവ് ചെയ്യാനും അതെല്ലാം ഫയലാണ് യൂസ് ചെയ്യുന്നത്. തൊട്ട് താഴെ കാണുന്ന ഇതാണ് മെയിൻ ടൂൾ ബാർ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാനിവിടെ മൗസിൻ്റെ വീൽ ബട്ടൺ ഇല്ലേ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ, അതായത് ഇവിടെ മറിഞ്ഞിരിക്കുന്ന ടൂൾസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുന്നില്ല. സോ ഇതാണ് നമ്മുടെ മെയിൻ ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന, അതായത് യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും ഇവിടെ നിന്നാണ്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ ടൂൾസൊന്നും യൂസ് ചെയ്യാറില്ല. മൂവ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനും എല്ലാം ഇവിടെ തന്നെ ടൂൾസ് ഉണ്ട്. ഇത്രയും ടൂൾസേ ഉള്ളൂ നമുക്ക്. ഓക്കെ, തൊട്ട് താഴെ കാണുന്നതാണ് നമ്മുടെ വീറേ ടൂൾസ്. ഓക്കെ, ഞാനത് മാറ്റി ഇങ്ങോട്ട് വെക്കാണ്. നിങ്ങളിങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കോട്ട് കൊണ്ടുവച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണ് വെക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഓക്കെ, അവിടെ വെച്ചു. ഇതാണ് നമ്മുടെ വീറേ ടൂൾസ്. അതായത് നിങ്ങൾ 3ds മാക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീറേ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടൂൾ വരൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീറേ ടൂൾസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പാനലാണ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാനൽ. ഇതെന്ന് പറയുന്നത് കോമൺ പാനലാണ്. ഓക്കെ, ഈ കോമൺ പാനൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം വരയ്ക്കുന്നത്. അതായത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് കോമൺ പാനൽ യൂസ് ചെയ്തിടുക. അതിനകത്ത് തന്നെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് തന്നെ ഉണ്ട്, പലതുണ്ട്. വീറേ ഉണ്ട്, സ്റ്റേഴ്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, ഡോർസ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. സോ അതവിടെ കിടക്കട്ടെ, അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അത് ഓരോ ടൂൾസാണ്, ഓരോന്നും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. നമ്മളിവിടെയാണ് എല്ലാം വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ബോക്സ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ചുമ്മാ വരയ്ക്കുകയാണ്. ഇവിടെയാണ് നമ്മളെല്ലാം വരയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് നമുക്കിപ്പം ഒരു വ്യൂ അല്ലേ ഇവിടെ കിടക്കുന്നത്. നമുക്കിതല്ല പല വ്യൂസ് വേണം. അതായത് നമുക്ക് ടോപ്പിൽ നിന്നുള്ളത്, അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നുള്ള റൈറ്റ്, അങ്ങനെയുള്ള വ്യൂസ് വേണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇവിടെ കാണാം. കോഡ് 4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വ്യൂ ആണ്, ഒറ്റ വ്യൂ ആണ്. ഓക്കെ, നിങ്ങൾ അതിന് മുന്നിലുള്ള, അതായത് മുകളിലുള്ള ആ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വ്യൂ പോയിന്റ് കിട്ടും.
അതായത് നിങ്ങൾക്ക് ഏതൊക്കെ വ്യൂ എങ്ങനെയൊക്കെ വേണം എന്ന് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ദേ ഈ താഴെയുള്ള ഈ 4 അത് ചൂസ് ചെയ്യാണ് ദേ. അപ്പോൾ എനിക്ക് 4 വ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആ 4 വ്യൂവിലും അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പം ലെഫ്റ്റിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇവിടെ വന്നിട്ടുണ്ട്, ടോപ്പിൽ നോക്കുന്ന വ്യൂ ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രണ്ടിൽ നോക്കുന്ന വ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ അറ്റ് എ ടൈം ഒരേ സമയം എല്ലാ വ്യൂസും നമുക്ക് കാണാൻ പറ്റും. സോ അതെല്ലാം നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ഞാൻ വേറെണ്ണം ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്തു ഈ ഒരു 4 വ്യൂ, മുകളിൽ ഒരു വലുതായിട്ടും താഴെ ചെറുതായിട്ടും. ഓക്കെ, ഈ വ്യൂ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതല്ല വേണ്ട, തൊട്ട് താഴത്തെ മതി. അപ്പം ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ടാബ് കൊടുക്കുക. അപ്പം അതങ്ങ് പോയി കിട്ടും. ഇത് മാത്രമായിട്ട് കിടക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളിപ്പോൾ റെവിറ്റിലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടാബ് ഇങ്ങനെ എടുത്ത് വെക്കണമായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നും വേണ്ട, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതല്ല, നിങ്ങൾക്ക് തൊട്ട് മുകളിൽ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ? അവിടെ ഡീഫോൾട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആൾട്ട് മെനു ആൻഡ് ടൂൾ ബാർസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിത് ഡിസൈൻ സ്റ്റാൻഡേർഡ്, മെയിൻ ടൂൾ ബാർ, മോൾഡ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വ്യൂസ് മാറും, നമ്മുടെ ടൂൾ ബാർ മാറും. ഓക്കെ, ഞാനിപ്പോൾ ആൾട്ട് മെനു ആൻഡ് ടൂൾ ബാർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസ് ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? നമ്മുടെ ടൂൾസ് കുറച്ചൊക്കെ ലെഫ്റ്റ് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ മുകളിൽ അങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. ഒരു 4 വ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡിസൈൻ സ്റ്റാൻഡേർഡിലോട്ട് മാറാം. ഡിസൈൻ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ യു ഐ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ യു ഐ എന്ന് പറയുന്നത് വീണ്ടും ചേഞ്ച് ആവും. കണ്ടില്ലേ? ഡിസൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മെർജ് ചെയ്യാനും, അതായത് നമുക്ക് ഇപ്പം റെവിറ്റ് ഫയലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള, അതുപോലെ തന്നെ വീഡിയോ, ലൈറ്റിംഗ്, റെൻഡറിങ്, ഇതൊക്കെ കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആ യു ഐ മാറിയില്ലേ? സോ എനിക്കത് തന്നെ വേണ്ട. നമുക്കിപ്പോൾ ഡീഫോൾട്ട് തന്നെ പോവാം. ഡീഫോൾട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഡീഫോൾട്ട് വ്യൂ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഡീഫോൾട്ട്, ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള വ്യൂ. സോ നമ്മൾ ഇതിൽ നിന്നാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇത് ചെയ്യാനുണ്ട്. നമ്മൾ റെവിറ്റൊക്കെ ആണെങ്കിൽ യു എൻ ടൈപ്പ് സ്കെയിലൊക്കെ ചെയ്യായിരുന്നു. സോ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ആണ്. ജസ്റ്റ് കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ യു ഐ എന്ന് പറഞ്ഞ ഷോ യു ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനും തൊട്ട് താഴെ കസ്റ്റം യു ഐ ആൻഡ് ഡീഫോൾട്ട് സ്വിച്ചർ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലേ ഔട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റെവിറ്റ് 3ds Max നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ ഡീഫോൾട്ട് യു ഐ ആണ്. ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് യു ഐ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് ലൈറ്റ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ആ ലൈറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുള്ള യു ഐ വന്നിട്ടുണ്ട്. ഡാർക്ക് ആണെങ്കിൽ ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള യു ഐ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മാക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് യൂസ് ചെയ്യാം. കണ്ടില്ലേ? അതെല്ലാം നിങ്ങൾക്ക് ഡിസൈൻ എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ അതെല്ലാം നമുക്കിവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ മാക്സ് വീറെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഡീഫോൾട്ട് യു ഐ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ അത് സെറ്റ് ചെയ്തു. ലോഡിങ് കസ്റ്റം സ്കീം പ്ലീസ് വെയിറ്റ് എന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കസ്റ്റം യു ഐ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഡീഫോൾട്ട് സെറ്റിംഗ് വിൽ ടേക്ക് എഫക്റ്റ് നെക്സ്റ്റ് ടൈം യു റീസ്റ്റാർട്ട് 3ds Max എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ കൊടുത്ത്, അതായത് ഇവിടത്തേക്ക് ഒരു മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്താലേ ആ ഒരു യു ഐ നമുക്ക് എഫക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ചെറിയൊരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഫ്രീ ഫോം സെലക്ഷൻ, ഒബ്ജക്റ്റ് പെയിൻറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് യു ഐ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു XYZ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഓരോ ഇതാണ്, മൂവ്മെൻറ്റും അതിൻ്റെ പൊസിഷനുമാണ്. ഞാനിപ്പം ഈ ഒരു ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ -60, 160 അങ്ങനെ പലത്, അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, കോർഡിനേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, തൊട്ട് താഴെ ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗം, ഈ പ്ലേ ബട്ടണൊക്കെ വരുന്നത് എന്ന് പറയുന്നത് നമുക്കിപ്പം കീ ഫ്രെയിം കൊടുത്തിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. കണ്ടില്ലേ താഴെ? ഇത് കീ ഫ്രെയിം കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷനാണ്. അത് ആനിമേറ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ ആനിമേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഈ കീ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റും കസ്റ്റമൈസേഷൻ തന്നെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസേഷന് ഏറ്റവും താഴെ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ വരും, പ്രിഫറൻസ് സെറ്റിംഗ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ജനറൽ. അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞാൽ സീൻ അണ്ടു ആണ്. ഇതെന്ന് പറയുന്നത് 20 ആണ് കിടക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പം ഒരു 20 സീക്വൻസ് വരെ ബാക്കിലേക്ക് പോകാൻ പറ്റും തെറ്റ് പറ്റിയാൽ. ഓക്കെ, ഞാനത് ഓൾമോസ്റ്റ് ഒരു 50 അല്ലെങ്കിൽ 100 ഒക്കെയാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ 50 കൊടുക്കാം. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്ത് പോവാണ്, എവിടെയോ വെച്ച് എനിക്ക് തെറ്റ് പറ്റി. പക്ഷെ ഞാനൊരു 10-30 വർക്ക് കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലാക്കിയത്. സോ ഞാൻ അണ്ടു അടിച്ച് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് 50
അതായത് 50 തവണ എനിക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ അധികം നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേ, ക്രോസ് ഹെയർ, കഴ്സർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നോർമൽ ബം മോഡ് ഇവിടെ ചൂസ് ചെയ്യാം. 3ds Max വേണോ മായ വേണോ എന്നൊക്കെ. മായ നമുക്കറിയാം ഒരു അഡ്വാൻസ്ഡ് 3D മോഡലിംഗ് അല്ല ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഞാനിവിടെ 3ds Max തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫയലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കൺവേർട്ട് ലോക്കൽ ഫയൽ പാത്ത് ടു റിലേറ്റീവ് അത് ടിക്ക് ചെയ്ത് ഇടാൻ മാക്സിമം ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞത് ഞാനിപ്പം പ്രൊജക്റ്റ് ഫയലിൻ്റെയൊക്കെ പാത്ത് അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ എൻ്റെ ഈ ഫയൽസിൻ്റെയൊക്കെ പാത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിനുവേണ്ടി അത് ടിക്ക് ചെയ്തിടാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യൂ പോർട്സ് ആണ്. വ്യൂ പോർട്സ് എന്ന് പറയുമ്പം നിങ്ങളുടെ ഡിസ്പ്ലേ ഡ്രൈവറിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്കിപ്പം ഉള്ള ഒരു ഇൻ്റൽ ഗ്രാഫിക്സ് HD ആണ് എനിക്കുള്ളത്. അതായത് എൻ്റെ ഒരു ഇൻബിൽട്ട് ഗ്രാഫിക്സ് കാർഡാണ്. സോ വലിയ ഗ്രാഫിക്സ് കാർഡൊന്നുമല്ല. അപ്പം അതിവിടെ കാണിക്കും. അതല്ല നിങ്ങൾക്ക് നിവിടെയോ അല്ലെങ്കിൽ റൈസനൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ചൂസ് ഡ്രൈവർ കൊടുത്താൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടോ അതൊക്കെ ഇവിടെ കിടക്കും. ഇപ്പം നോർമൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്ന് കിടക്കും. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. സോ ഇൻറ്ററാക്ഷൻ മോഡുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം 3ds Max ആണോ അല്ലെങ്കിൽ മായയാണോ അത് എന്താണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. പിന്നെ ഗാമ ലൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺട്രാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. സോ റെൻഡറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഏത് ഇതിലാണ് റെൻഡർ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അതിപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മൾ വീറെ യൂസ് ചെയ്തിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മാക്സ് സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റൊക്കെ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെഡ്യൂസിറ്റി, ആനിമേഷനൊക്കെ ഇവിടെ ചെയ്യാനുള്ള, അതായത് അതിൻ്റെയൊക്കെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് മെയിൻലി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജനറൽ വന്നത്തുള്ള ഇതൊരു 50 കൊടുക്കുക. ഓക്കെ, ഒരു 50 അല്ലെങ്കിൽ 100 കൊടുക്കുക. അതുപോലെ തന്നെ ഫയൽസ് കൺവേർട്ട് ടു ഫയൽ ലോക്കൽ പാത്ത് റിലേറ്റീവ്സ് അത് ടിക്ക് ചെയ്യുക. അപ്പം അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ദെൻ ഓക്കെ കൊടുത്താൽ നെക്സ്റ്റ് ടൈം ലോഡ് ആകുമ്പം അത് സെറ്റിങ്സ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കും. ഓക്കെ, ഫൈനൽ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് സെറ്റപ്പാണ്. അതായത് നിങ്ങൾ ഫയൽസ് ചെല്ലുക, തൊട്ട് താഴെ വരുമ്പോൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആദ്യം കാണാം നിങ്ങളുടെ ഇപ്പോൾ കറൻറ്റ് പ്രൊജക്റ്റ് ഏതാണ്. തൊട്ട് താഴെ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് കാണാം. അതിനും തൊട്ട് താഴെ സെറ്റ് ആക്റ്റീവ് പ്രൊജക്റ്റ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആക്കാം. ഓക്കെ, നെക്സ്റ്റ് തൊട്ട് താഴെ ക്രിയേറ്റ് MD പ്രോജക്റ്റ്, പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ക്രിയേറ്റ് ഡീഫോൾട്ട്, അതായത് നിങ്ങൾക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഡീഫോൾട്ട് ഫോൾഡർ സ്ട്രക്ചറായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അവിടെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റും സേവ് ആവുന്നത്. ഓക്കെ, ദെൻ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ക്രിയേറ്റ് ഫ്രം കറൻറ്റ്, അതായത് നിങ്ങളുടെ കറൻറ്റ് പ്രോജക്റ്റ് ബേസ് ഡീഫോൾട്ടാക്കി മാറ്റാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ UI കുറിച്ച് പറയാൻ. അതായത് നമ്മുടെ 3ds Maxന്റെ UI കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വലുതായിട്ടൊന്നുമില്ല, വലുതായിട്ടുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് ബിസിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.